കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മലബാർ പ്രദേശത്തുള്ളവർ തിരുവനന്തപുരത്തിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പോലും പറയുന്നു. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. ഡോക്ടർ PS ജോയ് ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ആരംഭം മുതൽ പ്രഥമ KPCC സമ്മേളനം വരെ കേരളത്തിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തനം അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒറ്റപ്പാലത്ത് വെച്ച് സമ്മോഹന സമ്മേളനം നടത്തുന്ന ദൃശ്യ വിസ്മയം ഇതിൽ കാണാം. PS ജോയിയുടെ 10ാമത് പുസ്തകമാണ് അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. ഈ പുസ്തക പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ K മുരളീധരൻ അവർകളാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യപ്രതി സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ഈ പ്രദേശത്തെ പ്രതിനിധി സഞ്ജു പിള്ള, ഒപ്പം സുനിൽ ഒയാസിസ് ഇൻകാസിന്റെ ആരാധ്യനായ നേതാവ്. നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക്. അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്ന് ഞാനിവിടെ ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവിർഭാവത്തിനെ കുറിച്ച്, അതിൻ്റെ കേരളത്തിലേക്കുള്ള അതിൻ്റെ പ്രവേശനത്തിനെ കുറിച്ചും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി ശ്രീ ഡോക്ടർ PS ജോയ് ഇവിടെ എഴുതിയ പുസ്തകമാണ് അനശ്വരാവേശത്തിൻ്റെ ആരംഭഗാഥ. അതായത് ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എ.യുഹമ്മൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ വിലയിരുത്താൻ മാത്രം അവരോട് ആശയങ്ങൾ കൈമാറാനും വേണ്ടി ആരംഭിച്ചൊരു പ്രസ്ഥാനം പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായതൊക്കെ ചരിത്രമാണ്. ആമുഖമായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഇതിഹാസങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വിശ്വാസികളും അവിശ്വാസികൾക്കും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. പക്ഷേ ചരിത്രം സത്യമാണ്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതെന്നും അനശ്വരമായി നിലനിർത്തണം. കാരണം കാലം പുരോഗമിക്കുമ്പോൾ തലമുറകൾ മാറി വരും. പക്ഷേ പുതിയ തലമുറ, ഇപ്പോൾ ഇന്നത്തെ തലമുറക്കാർ ഞാനുൾപ്പെടെ സ്വാതന്ത്ര്യ സമരം കണ്ടവർ പോലുമല്ല. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനുൾപ്പെടെയുള്ളവർ ജനിച്ചതെന്ന് പറയുമ്പോൾ ഇന്നത്തെ അതിനുശേഷം ജനിച്ച ഹൈടെക് യുഗത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരൻ ഒരിക്കലും പഴയ നമ്മുടെ ചരിത്രം അറിയണമില്ല. എന്തിനായാലും പറയാം, എൻ്റെ പിതാവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 48 സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം കൊച്ചി നിയമസഭയിലാണ് ആദ്യ അംഗമായി. അദ്ദേഹം തിരുവനന്തപുരത്ത് പോകുന്നത് 949 തിരുകൊച്ചി സംയോജനത്തിന് ശേഷം. അതുവരെ തലസ്ഥാനം കൊച്ചിയാണ്, തിരുവനന്തപുരത്ത് കൊണ്ട് ആവശ്യമില്ല. അന്നത്തെ തിരുവനന്തപുരം യാത്രയിൽ ഇന്നത്തെ അരുക്കുറ്റി പാലം, ആലുവ പാലം പോലും ഉണ്ടായിരുന്നില്ല. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മലബാർ പ്രദേശത്തുള്ളവർ തിരുവനന്തപുരത്തിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പോലും പറയുന്നു. അപ്പം അങ്ങനെ ഉള്ള കാലഘട്ടത്തിനും എത്രയോ വർഷം മുമ്പാണ് ഒറ്റപ്പാലം സമ്മേളനം. ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങളുടെ സംയോജനം എന്നുള്ളതായിരുന്നു. അതന്ന് കേന്ദ്ര AICCയുടെ ആഹ്വാനം അനുസരിച്ചാണ്. അതാത് ഭാഷകൾ സംസാരിക്കുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനത്തിൽ ഇന്നത്തെ കേരളത്തിനെ കുറിച്ചായിരുന്നില്ല അന്നത്തെ ആശയം. അതായത്
തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗോകർണം വരെയുള്ള പ്രദേശത്തു നിന്നുള്ള പ്രതിനിധികളാണ് 921 ഒറ്റപ്പാലത്ത് സംബന്ധിച്ചത്. കാരണം പിന്നീട് പല പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇപ്പോൾ കേരളത്തിലാണ് EMS ഉൾപ്പെടെ കോൺഗ്രസ്സുകാരായി. കാരണം അന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളില്ല. അന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് പിന്നീട് ഗാന്ധിജി വന്നപ്പോഴാണ് പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലാവും. അതുവരെ നമ്മൾ AO ഹ്യൂമൻ്റെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനൊന്നുമല്ല കോൺഗ്രസ് ഉണ്ടാക്കിയത്, ആശയവിനിമയത്തിന് വേണ്ടിയിട്ട്. ഈ ചരിത്രങ്ങളൊക്കെ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽ പിന്നീടുള്ള വളർച്ച വരെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷത്തോടുകൂടെ ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത പ്രിയദർശിനി പബ്ലിക്കേഷൻസാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം നടത്തുന്നത്. ശ്രീ സജീവ് പിള്ള ഉൾപ്പെടെ ഇൻകാസ് ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യത്തിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചു. എല്ലാ വിജയാശംസകളും ഞാൻ ഡോക്ടർ ജോയ്ക്ക് നേരുന്നു. ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ റിലീസ് കർമ്മം നിർവഹിച്ചാൽ സസന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Without history, there is no literature without history. History is the synonym of our gratitude. നമ്മളുടെ നന്ദി സൂചകത്തിൻ്റെ പണ്ടൊരു കവിത ഞാൻ വായിച്ചു നോക്കുന്നു. മകനെ, നിന്റെ അച്ഛൻ കൊണ്ട വെയിലാണ് നിന്റെ ഇന്നത്തെ തണൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇരിക്കുന്ന ഓരോ ഡോക്ടർ, ഓരോ എഞ്ചിനീയർ, ഓരോ CA-കാരനും വാങ്ങുന്ന ശമ്പളം വർഷങ്ങൾക്ക് മുമ്പ് ഖുദിറാം ബോസും ഭഗത് സിംഗും ഒക്കെ അവർ ചിന്തിയ ചോരയുടെ ശമ്പളമാണ്. അതുകൊണ്ട് ഞാനെന്തിനാണ് ഭഗത് സിംഗിനെ അറിയുന്നത്? ഖുദിറാം ബോസ് എന്ന് പറയുന്നത് എല്ലാവരോടും ചോദിക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആരാണ് രക്തസാക്ഷിയായതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഭഗത് സിംഗ് എന്ന് പറയും. 1931 മാർച്ച് മാസം 23-ാം തീയതി 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഭഗത് സിംഗ് തീരെ രക്തസാക്ഷിയായി. പക്ഷേ ഭഗത് സിംഗിനേക്കാളും മുന്നേ ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ, 18 വയസ്സും 8 മാസവും പ്രായമുള്ളപ്പോൾ രക്തസാക്ഷിയായ ഖുദിറാം ബോസിനെ ലോകത്തിന് മുന്നിൽ, മലയാളിക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിലാണ് TS ജോയി എന്ന് പറയുന്ന ചരിത്രകാരനും മലയാള അധ്യാപകനും ഏറ്റവും ശ്രദ്ധേയനാകുന്നത്. ചരിത്രം ഏറ്റവും കൂടുതൽ ചിത്രം പോലെ തന്നെ, അതിവേഗ ചിത്രരചന പോലെ തന്നെ ചരിത്രവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതാണ്ട് 366 ദിവസങ്ങളെയും 300-ലേറെ വർഷങ്ങളുടെയും ചരിത്രം ഓർമ്മയിൽ നിന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പുസ്തക പ്രകാശനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അനശ്വരാവേശത്തിന്റെ ആരംഭഗാഥ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ അധിനിവേശത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചരിത്രം ആരംഭിക്കുന്നത് 1600 ഡിസംബർ മാസം 31-ാം തീയതി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയാണ്. 1869 പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധി ജനിച്ച വർഷമാണ്. 1857 പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, സിപ്പായി ലഹളയാണ്. മെയ് 10 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ സിപ്പായി ലഹള മീററ്റിൽ നിന്ന് ആരംഭിക്കുന്നത് മെയ് 10 ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. അതല്ലെങ്കിൽ 1915 പ്രത്യേകത എന്ന് ചോദിച്ചാൽ 1915 ജനുവരി മാസം 9-ാം തീയതിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത്. ഗാന്ധിജി എത്ര തവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്? ആദ്യമായി കേരളത്തിൽ എന്ന് വന്നു എന്ന് ചോദിച്ചാൽ 5 തവണയാണ്. ഒരു കയ്യിൽ എത്ര വിരലുകൾ എന്ന് ചോദിച്ചാൽ 5 തവണയാണ് കേരളത്തിലേക്ക് ഗാന്ധിജി വന്നത്. 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ആദ്യമായി കേരളത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി ഗാന്ധിജി വന്നത്. രണ്ടാമത് വന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 വന്നത്. 1925 വന്നപ്പോഴാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ മാർച്ച് മാസം 12-ാം തീയതി അങ്ങോട്ട് പോയി കാണുന്നത്. 1927 ഗാന്ധിജി മൂന്നാമതായി വന്നത്. 1934 നാലാമതായി വന്നത്. 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള യാത്ര. ഇതൊക്കെ എന്തിനോർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമ്മളെങ്ങനെ നമ്മളായി എന്ന് ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഇപ്പോ 1918 പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1918 ജൂലൈ മാസം 5-ാം തീയതി കണ്ണോത്ത് വീട്ടിൽ രാമുണ്ണി മാരാരുടെയും കല്യാണി മാരസ്യാരുടെയും മകനായിട്ടാണ് ശ്രീ K. കരുണാകരൻ ജനിക്കുന്നത്. അദ്ദേഹം എന്നാണ് ആദ്യമായി മുഖ്യമന്ത്രിയായതെന്ന് ചോദിച്ചാൽ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 1977 മാർച്ച് മാസം 25-ാം തീയതിയാണ്. കൃത്യം 1 മാസം മാത്രം ദൈർഘ്യമുള്ള മന്ത്രിസഭയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. 1977 ഏപ്രിൽ മാസം 25-ാം തീയതി രാജൻ കേസുമായി ബന്ധപ്പെട്ട കോടതി പരാമർശത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. 2 ദിവസം കൂടി കാവൽ മുഖ്യമന്ത്രിയായി തുടർന്നു. 1977 ഏപ്രിൽ മാസം 27-ാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ 36
വയസ്സ് മാത്രം പ്രായമുള്ള AK ആന്റണി മുഖ്യമന്ത്രിയായി. അഞ്ചാം നിയമസഭയായിരുന്നു. അഞ്ചാം നിയമസഭയിൽ ഉണ്ടായത് 4 മുഖ്യമന്ത്രിമാരാണ്. 4 മുഖ്യമന്ത്രിമാരെ കണ്ട ഒരേ ഒരു കേരള നിയമസഭ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ 5ാമത്തെ നിയമസഭ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ചരിത്രം ഓർമ്മകളുടെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഇനി ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രശ്നം അൾഷിമേഴ്സ് ആണ്. അൾഷിമേഴ്സ് വന്നാൽ നമുക്ക് കരൾ മാറ്റിവെക്കാം, ഹൃദയം മാറ്റിവെക്കാം, കൈ മാറ്റിവെക്കാം, എന്തും മാറ്റിവെക്കാം. പക്ഷെ കേടുബാധിച്ച തലച്ചോറ് മാത്രം മാറ്റിവെക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഓർമ്മ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗമായി അൾഷിമേഴ്സ് ചികിത്സിക്കുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർമാർ പറയുന്നത് ഡിജിറ്റുകൾ ഓർക്കുക, വർഷങ്ങൾ ഓർക്കുക, കാലം ഓർക്കുക. ആ കാലം ഓർക്കുമ്പോൾ കാലത്തിന് വിജാഗിരി നഷ്ടപ്പെട്ടു എന്ന് എഴുതിയത് ഹാംലെറ്റ് എന്ന പുസ്തകത്തിൽ വില്യം ഷേക്സ്പിയർ ആണ്. കാലത്തിന് വിജാഗിരി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്നതും ചരിത്രബോധമില്ലാത്ത ഒരു തലമുറ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു ഡോക്ടർ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഡോക്ടർ ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനോട് ചോദിച്ചു, സാർ ഞാൻ എന്തിനാണ് ഭഗത് സിംഗിനെ അറിയുന്നത്, ഞാൻ എന്തിനാണ് ചരിത്രം അറിയുന്നത്, ഞാൻ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന മംഗൾപാണ്ഡെ അറിയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ സിമ്പിൾ ഒരു മറുപടി എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഡെന്റിസ്റ്റ് ആണല്ലോ, പല്ലെടുക്കുന്ന ഡോക്ടറാണല്ലോ, ഒരുപക്ഷെ ഈ പറഞ്ഞ മംഗൾപാണ്ഡെയും അതുപോലെ ഖുദ്റാം ബോസും പാലും ലാലും ഒന്നുമില്ല, ലാലാ ലജ്പത് റായി ഒന്നുമില്ലായിരുന്നെങ്കിൽ ഡോക്ടർക്ക് ഈ ഇന്ത്യയിൽ ആരുടെയും പല്ലെടുക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. പല്ലെല്ലാം ബ്രിട്ടീഷുകാർ തന്നെ നമ്മുടെ എടുത്തേനേമായിരുന്നു. ഇത് വളരെ സിമ്പിളായി ഞാൻ കൊടുത്ത ഒരു കാർട്ടൂണിസ്റ്റിൻ്റെതായ മറുപടിയാണ്. പക്ഷേ ഓർമ്മപ്പെടുത്താനുള്ളത്, ഓർക്കുക വല്ലപ്പോഴും എൻ്റെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ കടമനിട്ട് എഴുതിയതുപോലെ ഓർക്കുക വല്ലപ്പോഴും നമ്മളെങ്ങനെ നമ്മളായെന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ചരിത്രമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇപ്പോ ഇദ്ദേഹം ജനിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 1957 ജനിച്ചത്. 1957 1ാം EMS മന്ത്രിസഭ വന്നത്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് 1ാം മന്ത്രിസഭ വന്നത്. ഇദ്ദേഹം ജനിച്ചത് 1957 മെയ് 14 മുരളീധരൻ സാർ ജനിച്ചത് മെയ് 14 57 ഏപ്രിൽ 5-ാം തീയതി EMS മന്ത്രിസഭ 1959 ജൂലൈ 31-ാം തീയതി പിരിച്ചുവിട്ടു. 1960 തൊട്ട് 62 വരെ പട്ടംതാട് പിള്ള. 1962 പട്ടംതാട് പിള്ള പഞ്ചാബ് ഗവർണറായി പോയി. പഞ്ചാബ് ഗവർണറായി പോയപ്പോൾ 1962 കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ആർ ശങ്കർ മുഖ്യമന്ത്രിയായി. 62 തൊട്ട് 64 വരെ ആർ ശങ്കറിന്റെ കാലം. 65 നിയമസഭയിൽ ഇലക്ഷൻ നടന്നു. പക്ഷെ ഒറ്റ ഒരാൾക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തവണ പോലും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. പിന്നീട് വീണ്ടും 67 EMSന്റെ 2ാം മന്ത്രിസഭ 69 വരെ നീണ്ടു. 69 നവംബർ മാസം 1-ാം തീയതി CH മേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അത് 1977 ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി ആകുന്നത് വരെ നീണ്ടു. ഞാനിങ്ങനെ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും 366 ദിവസങ്ങളിൽ ഏത് ദിവസം പറഞ്ഞാൽ 100 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരാളെ 1984 പ്രത്യേകത വെച്ചാൽ ഞാൻ പറയും 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. 1984 ഡിസംബർ 2-ാം തീയതിയാണ് ഏത് ദുരന്തം? 1984 ഏത് ദുരന്തം ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് ഡിസംബർ 2 ഭോപ്പാൽ ദുരന്തം. ഹൃദയം കൊണ്ട് ചരിത്രം കേൾക്കുക. അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകട്ടെ. വാക്കുകൾ കേൾക്കുന്ന കാലം വരട്ടെ. നന്ദി, നമസ്കാരം. ഇതാണൊരു ചിത്രകാരന്റെ ഏറ്റവും വലിയ ഗുണം. എന്നെ സംബന്ധിച്ച് ഒരു ചുമര് കണ്ടാൽ അത് വെറും ചുമരാണ്, ഒരു ക്യാൻവാസ് കണ്ടാൽ വെറും ക്യാൻവാസ് ആണ്. പക്ഷെ അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുവാൻ ഒരു ചിത്രകാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് അൾഷിമേഴ്സ് ഒരിക്കലും വരല്ലേ എന്നതാണ് എന്റെ പ്രാർത്ഥന. ജിതേഷ് ജി അങ്ങക്ക് അൾഷിമേഴ്സ് ഒരിക്കലും വരല്ലേ എന്നതാണ് പ്രാർത്ഥന. പക്ഷെ ഞാനൊരു ചികിത്സ പറഞ്ഞുതരാം. അഥവാ അൾഷിമേഴ്സ് വരികയാണെങ്കിൽ ദേഹത്തെ സോഡിയം കുറയ്ക്കുക, അപ്പൊ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആശംസ അർപ്പിച്ചുകൊണ്ട് ശ്രീ സുനിലോയ. ഞങ്ങൾ ഇൻഗാസ് പ്രവർത്തകർ ശരിക്കും ഇന്ന് വളരെ ആവേശകരമായി വളരെ സന്തോഷത്തിലാണ്. കാരണം KPCCയുടെ പ്രചാരകമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശനം ഇന്ന് ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് പ്രവാസികളുടെ പ്രിയങ്കരനായ K മുരളീധരൻ അവർ വഴി ഇവിടെ നടത്തപ്പെട്ടു. ഡോക്ടർ TS ജോയി അദ്ദേഹം കോൺഗ്രസിൻ്റെ പാരമ്പര്യ നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള എഴുതിയ പുസ്തകങ്ങൾ, ലേഖന പരമ്പരകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം നമ്മളുടെ ഇവിടുത്തെ ഇൻഗാസിൻ്റെ പൂർണ്ണരൂപശില്പിയായ CN സുബ്രഹ്മണ്യൻ വഴിയാണ് പ്രദർശിപ്പിച്ചതെന്ന് കൂടി എനിക്കറിയാൻ സാധിച്ചു. അതിനെല്ലാം വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ
ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിലെ ആദ്യത്തെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. ഇത്രയും നാളിനുള്ളിൽ ആദ്യത്തെ പുസ്തക പ്രകാശനം. പ്രിയദർശിനി വളരെ സജീവമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വരുന്ന കാലങ്ങളിലും നിങ്ങൾ തന്ന ഈ പിന്തുണ അതിനെ വളരെ ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും അറിവുകൾ പകരുന്ന ബുക്കുകൾ ധാരാളം ഇനിയും എഴുതുവാൻ ജോയ് സാറിന് അവസരങ്ങൾ ഉണ്ടാകട്ടെ, അതിന് പ്രിയദർശിനി തന്നെ വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.